ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പ്രതിസന്ധി ഘട്ടത്തിൽ സന്നിധാനത്ത് നിന്നും എടുത്തുകൊണ്ടുപോയ ഉരുപ്പടികൾ എന്തു ചെയ്തു എന്നറിയാതെ SIT കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടും കാര്യമായ പുരോഗതിയില്ലെന്നാണ് വിവരം. സന്നിധാനത്ത് ശ്രീകോവിൽ കട്ടിളയിലും ദ്വാരപാലക ശില്പങ്ങളിലും തൂണുകളിലും ഉണ്ടായിരുന്ന പാളികളാണ് അങ്ങനെ കടത്തിക്കൊണ്ടുപോയത്. എന്താണ് സംഭവിക്കുന്നത് അന്വേഷണത്തിന് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് അനന്തകൃഷ്ണൻ തത്സമയം ചേരുന്നുണ്ട് എനിക്കൊപ്പം. അനന്തൻ, അങ്ങനെ ചോദ്യം ചെയ്യൽ അനവധി നമ്മൾ കണ്ടു, തെളിവ് ശേഖരണം, പക്ഷേ ഇതിലൊന്നും ഒരു ഉത്തരം കിട്ടാതെ പോവുകയാണോ SITക്ക്? SIT ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണ്. നമുക്ക് അറിയേണ്ടത് എന്താണ്? അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലെ ആ സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയത്? അത് തിരികെ എത്തുമോ എന്നുള്ള സാധ്യത എത്രത്തോളം കാണുന്നുണ്ട് അനന്തൻ? SITയുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നതും അതേ പോയിന്റിലാണ്. ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സ്വർണ്ണ ഉരുപ്പടികൾ എന്തു ചെയ്തു എന്നുള്ള കാര്യത്തിൽ SIT അന്വേഷിക്കുന്നത് രണ്ട് ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടുപോയതും കട്ടിളപ്പാളികൾ എടുത്തുകൊണ്ടുപോയതുമായ രണ്ട് FIR-ലുള്ള കേസാണ്. ഇതിൽ പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധന നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ പാളികളൊക്കെ ഞങ്ങൾ ഉരുക്കി സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തി എടുത്തു. അതിൽ ചെറിയൊരു എമൗണ്ട് സ്വർണ്ണം ഉപയോഗിച്ച് വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് ശബരിമലയിലേക്ക് കൊണ്ടുപോയി. ബാക്കി സ്വർണ്ണം ഞങ്ങൾ പണിക്കൂലിയായിട്ടും സ്വന്തം ആവശ്യത്തിനുമായി എടുത്തു എന്നുള്ളതാണ് ഇവരുടെ മൊഴി. പക്ഷേ SIT ആ മൊഴി വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതെന്ത് ചെയ്തു എന്നുള്ള ഉത്തരം കിട്ടാനും പറ്റുന്നില്ല. കാരണം ഈ പ്രതികളിൽ നിന്ന് ആ ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത്. അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ, അതായത് പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109.443 ഗ്രാം, ഗോവർദ്ധൻ 464.9. അപ്പോൾ ഈ കൊണ്ടുവന്ന സ്വർണ്ണം യഥാർത്ഥ സ്വർണ്ണം അല്ല എന്നാണ് SIT കരുതുന്നത്. അതായത് ശാസ്ത്രീയ പരിശോധന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞോ? അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല. ഇപ്പോൾ ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഹാജരാക്കിയിരിക്കുന്ന സ്വർണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം ഹാജരാക്കുന്നില്ല. കാരണം അത് ശബരിമലയിലെ സ്വർണ്ണമല്ല എന്നുള്ള ഉറപ്പുണ്ട്. 2019 എടുത്തുകൊണ്ടുപോയ സ്വർണ്ണക്കട്ടികൾ ബിസ്ക്കറ്റാക്കി ഇത്രയും ദിവസം സൂക്ഷിച്ച് 2025 ഇത് സംബന്ധിച്ചൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് SIT ഇത് തേടി ബെല്ലാരിയിലും ചെന്നൈയിലും വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കാത്തുവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അവർ ആ കേസ് അവിടെ വെച്ച് തീർക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതായത് വലിയ നിലയിലേക്ക് ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ പോയ ഭാഗത്തേക്ക് അന്വേഷണം പോകാതിരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ ചേർന്ന് ഒരു കഥ മെനഞ്ഞു. ഞങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസ് വെച്ച് ഒരുക്കി, ഇതാണ് ആ സ്വർണം എന്ന് പറഞ്ഞ്. പക്ഷേ നമുക്ക് ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ആ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു ഇവർ കൊണ്ടുവന്ന സ്വർണം അതിനപ്പുറമുള്ള സ്വർണ്ണമാണ് കിട്ടാനുള്ളത്. കാരണം അത്രയും പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ പാളികളിലൊക്കെ സ്വർണ്ണമുണ്ട്. അപ്പോൾ അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. ഈ കേസിൽ ആദ്യമായിട്ടാണ് ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. പക്ഷേ അതിലും കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ച് SITക്ക് ഇപ്പോഴും ഒരു തെളിവൊന്നും കിട്ടിയിട്ടില്ല. 5-ാം തീയതി അല്ലെ അടുത്ത ആഴ്ച കോടതി ചേരും. അതിലൊരു ചാർജ് കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? ചാർജ് ഷീറ്റ് കുറ്റപത്രം കൊടുക്കാനായിരിക്കുമോ? അതല്ല ഒരു കോടതിയുടെ ഇനിയിപ്പോൾ അടുത്ത നമ്മൾ എന്തെങ്കിലും രീതിയിൽ സമയം കൂടുതൽ ചോദിച്ച്, കാരണം അന്വേഷണത്തിൽ കാര്യമായ രീതിയിൽ ഒരു പുരോഗതി ഉണ്ടാകാത്തത് കൊണ്ട് കുറച്ചുകൂടി ദിവസം ചോദിക്കുമോ SIT? ഇതിനകത്തെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം കോടതി അനുവദിച്ച സമയം കഴിയാൻ പോവുകയാണ്. അതിനു മുമ്പ് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം. മാത്രമല്ല ഇപ്പോൾ ഈ കേസിൽ 2 FIR-ലായിട്ട് ഏതാണ്ട് 10 പ്രതികളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഇതിന് കൃത്യമായ ചാർജ് കൊടുത്തില്ലെങ്കിൽ, അതായത് 60 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് ഈ 2 കേസുകളിലും കൊടുക്കണം. ആ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടി ഈ പ്രതികളെല്ലാം പുറത്തു വരും. ഈ പ്രതികളെല്ലാം പ്രബലരാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുദ്ദേശത്താലാണോ അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇട്ടിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ സ്വാധീനിക്കും, കേസ് അട്ടിമറിക്കും എന്നൊക്കെയുള്ള അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ തൊണ്ടി മുതൽ കണ്ടെത്തിടത്തോളം കാലം ഈ കേസ് എങ്ങനെ ചാർജ് ചെയ്യും എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു. അത് ആരാണ് മോഷ്ടിച്ചത്, ആ മോഷ്ടിച്ചവർക്ക് ആരൊക്കെ ചേർന്നാണ് അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത്, അവരെല്ലാം കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഒരു പക്ഷേ അത് വെച്ച് ആ മോഷണക്കുറ്റം ചുമത്തി ഒരു ചാർജ് ഷീറ്റ് തൽക്കാലം കൊടുത്തിട്ട് ബാക്കി തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് വീണ്ടും ആ കാലം ചോദിക്കാം. ഒരു കാര്യം, ഇത്രയും നാളിങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അനന്തരക്ക് അയ്യപ്പൻ്റെ, അതായത് അവിടുത്തെ യഥാർത്ഥ തൊണ്ടി മുതൽ തിരികെ എത്തിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഭക്തരും ലക്ഷോപലക്ഷം വരുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. നല്ല സാധ്യത എത്രത്തോളം കാണും?
അതിനുള്ള സാധ്യത അത് സംബന്ധിച്ച് നമുക്കിപ്പോഴും ഒരു വ്യക്തത നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സംശയം. അപ്പോൾ ആ ലെവലിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണം പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികൾക്കപ്പുറം പോകാൻ SITക്ക് കഴിയുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ SITക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഫർദർ ഏജൻസി എന്നുള്ളത് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ നമ്മളൊരു ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഇപ്പോഴും നമുക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയില്ല. അപ്പോൾ കോടതിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ കോടതിയാണ് ഇതിനകത്തൊരു തീരുമാനമെടുക്കേണ്ടത്. ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ വളരെ തുച്ഛമായ വിവരങ്ങളായിരിക്കും കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ അവലോകനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ഒരു പക്ഷേ ഇതെവിടെ ഉണ്ട് എന്നുള്ള മുന്നറിവ് SITക്ക് ഉണ്ടാകാം. അതവിടെ പോയി എടുക്കാനോ അല്ലെങ്കിൽ ആ കയ്യിലിരിക്കുന്നവരെ പിടിച്ചുകൊണ്ട് വരാനുള്ള തെളിവില്ലാത്തത് കൊണ്ടാകാം. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ അന്വേഷണം ഇപ്പോൾ സംസ്ഥാന ഇന്റലിജൻസ് അടക്കം ഇക്കാര്യത്തിൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ അനിവാര്യത കൂടുതലായി വരികയാണോ? ഇതിപ്പം കേന്ദ്ര ഏജൻസി തന്നെ വേണമെന്നൊന്നുമില്ല. സംസ്ഥാന പോലീസിന് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ പോയൊരു കേസാണെങ്കിലും ഇന്റർപോളിന്റെ സഹായത്തോടെ ഇത് കൈകാര്യം ചെയ്യാൻ കേരള പോലീസിനും കഴിയും. ഇന്റർപോളിന്റെ സഹായത്തോടെ DRI ഒന്നും വേണമെന്നില്ല. DRI അല്ലെങ്കിൽ അത് വേറൊരു ഏജൻസിയാണ്. അല്ല CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇല്ലെങ്കിലും കേരള പോലീസിന് ഇന്റർനാഷണൽ ലെവലിലുള്ള കേസുകൾ പ്രതികളെ പിടിക്കാനോ അത് റിക്കവർ ചെയ്യാനോ ഒക്കെ സാധിക്കും. ഇപ്പോൾ ഈ നേരത്തെ കോടതി സൂചിപ്പിച്ച സുഭാഷ് കപൂറിന്റെ കേസിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിലെ എക്കണോമിക് ഒഫൻസ് വിങ്ങിലെ ഐഡൽ തെഫ്റ്റ് വിഭാഗമാണ് അവിടെ അവർക്ക് പിന്നെ വിവരം കൊടുത്തിട്ട് അവരാണ് അവിടുന്ന് പിന്നെ സുഭാഷ് കപൂറിനെ ജർമ്മനിയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അയാൾ ട്രിച്ചിയിലെ പുഴൽ ജയിലിലാണ്, ശിക്ഷ കിട്ടി. അപ്പോൾ അവിടെ തമിഴ്നാട് പോലീസാണ് അത് ചെയ്തത്. അതുകൊണ്ട് അവിടുത്തെ ഐഡൽ തെഫ്റ്റ് വിഭാഗം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കേരള പോലീസിനെ ക്രൈംബ്രാഞ്ചിനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത് ഈ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. അതിനപ്പുറം എന്തുകൊണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. എന്തായാലും 5-ാം തീയതി നമുക്ക് കാര്യങ്ങൾ ഏകദേശം അടുത്ത ആഴ്ച കോടതിയിലേക്ക് വരുമ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതുവരെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ അയ്യപ്പ സ്വാമിയുടെ ഈ സ്വർണ്ണ ഉരുപ്പടികൾ അതുപോലെ തന്നെ ഒരു നശിക്കാതെ അതുപോലെ തന്നെ ആരുടെയോ പക്കലുണ്ട്, അത് ഒരു പക്ഷേ ഇങ്ങനെ മോഷ്ടിച്ച മുതലാണെന്ന് അറിയാതെ ആരുടെയോ പക്കലുണ്ട്, അത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അയ്യപ്പ ഭക്തർ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിക്കാം. തീർച്ചയായും. അപ്പോൾ നിലവിലെ ഈ അന്വേഷണത്തിലെ പ്രതിസന്ധിയാണ് നമ്മൾ പരിശോധിച്ചത്. SIT ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ നഷ്ടപ്പെട്ട സ്വർണം തിരികെ എത്തിക്കുക, അത് ആത്യന്തികമായിട്ട് അതാണ് ലക്ഷ്യം. അതിലേക്ക് പോകാൻ നിരവധി പ്രതിസന്ധി നിലവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു.